2025 BWF ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 2025 BWF ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ഫ്രാൻസിൽ, പാരീസിലാണ്. അപ്പോൾ 2025 BWF ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ഫ്രാൻസിലെ പാരീസിലാണ്. അടുത്ത ചോദ്യം, വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 2024-25 വർഷത്തിൽ രാജ്യത്തെ തുറമുഖങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയിൽ 3-ാം സ്ഥാനം കരസ്ഥമാക്കിയ തുറമുഖം നമ്മുടെ കൊച്ചി തുറമുഖമാണ്. ചാടിക്കേറി വിഴിഞ്ഞ് എഴുതി കളയരുത്. അപ്പോൾ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 2024-25 വർഷത്തിൽ രാജ്യത്തെ തുറമുഖങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയിൽ 3-ാം സ്ഥാനം കരസ്ഥമാക്കിയ തുറമുഖം ഏത് തുറമുഖമാണ്? നമ്മുടെ കൊച്ചി തുറമുഖമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ ഭൂട്ടാൻ പ്രധാനമന്ത്രി. ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പം തന്നെ പഠിച്ചു പോകും. ഓക്കെ, 2025 സെപ്റ്റംബറിൽ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ ഭൂട്ടാൻ പ്രധാനമന്ത്രി ആരാണ്? ഷെറിംഗ് ടോങ്ബെയാണ്. 2025 സെപ്റ്റംബറിൽ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ ഭൂട്ടാൻ പ്രധാനമന്ത്രി ആരാണ്? ഷെറിംഗ് ടോങ്ബെയാണ്. ആരാണ്? ഷെറിംഗ് ടോങ്ബെ. അടുത്ത് 2026 BWF ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി നമ്മൾ പറഞ്ഞു എവിടെയാണ്? ഇന്ത്യയിൽ, ഡൽഹിയാണ്. അപ്പോൾ 2026 BWF ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്, ന്യൂഡൽഹിയിലാണ്. അടുത്ത്, ഇന്ത്യ തായ്ലൻഡ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി 2025 വേദി. ഇന്ത്യ തായ്ലൻഡ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി 2025 വേദി എവിടെയാണ്? മേഘാലയയിലെ ഉംറോയിലാണ്. അപ്പോൾ മൈത്രി 2025 വേദി എവിടെയാണ്? മേഘാലയയിലെ ഉംറോയിലാണ്. ഓക്കെ ആണല്ലോ. അടുത്ത് 2025 ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിക്സ് കിരീട ജേതാവ്. ശ്രദ്ധിക്കുക, 2025 ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രീ കിരീട ജേതാവാണ്. ആരാണ്? ഓസ്കർ പിയാസ്ട്രിയാണ്. ഈ ഫോർമുല 1 ആ ഒരു സ്ഥലം കൂടി ശ്രദ്ധിക്കുക. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിക്സ് കിരീട ജേതാവ് ഓസ്കർ പിയാസ്ട്രി. ഡച്ച് ഗ്രാൻഡ് പ്രിക്സ് 2025 ഫോർമുല 1 ആർക്ക് കിട്ടി? ഓസ്കർ പിയാസ്ട്രിക്ക് കിട്ടി. അടുത്ത്, മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായിട്ട് വിജയകരമായി വച്ചുപിടിപ്പിച്ച രാജ്യം നമ്മുടെ ചൈനയാണ്. അപ്പോൾ മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വച്ചുപിടിപ്പിച്ച രാജ്യം നമ്മുടെ ചൈനയാണ്. 67ാമത് രമൺ മഗ്സസെ അവാർഡിന് അർഹയായത് ആരാണ്? എഡ്യൂക്കേറ്റ്സ് ഗേളാണ്. ഇന്ത്യൻ NGO വിഭാഗമാണ്. അപ്പോൾ 67ാമത് രമൺ മഗ്സസെ അവാർഡിന് അർഹമായത് ഏത് സംഘടനയാണ്? ഒരു ഇന്ത്യൻ NGO സംഘടനയാണ്, എഡ്യൂക്കേറ്റ് ഗേൾസ്. ശ്രദ്ധിക്കുക, 67ാമത് രമൺ മഗ്സസെ അവാർഡിന് അർഹമായത് ഇന്ത്യൻ NGO എന്ന് പറയുമ്പോൾ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. അതേതാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ് ആണ്. 67ാമത് രമൺ മഗ്സസെ കിട്ടിയത് എഡ്യൂക്കേറ്റ് ഗേൾസിനാണ്. അടുത്ത്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫോർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ടിൽ മുന്നിലെത്തിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫോർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ടിൽ മുന്നിലെത്തിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഓക്കെ, അടുത്ത്, തീരദേശ മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ നിയമിച്ച താൽക്കാലിക ജീവനക്കാർ അറിയപ്പെടുന്ന പേര് നമ്മളിത് മുമ്പും പഠിച്ചിട്ടുണ്ട്. എന്താണ്? സാഗർ മിത്രയാണ്. അപ്പോൾ തീരദേശ മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ നിയമിച്ച താൽക്കാലിക ജീവനക്കാർ അറിയപ്പെടുന്ന പേരെന്താണ്ട? നമ്മുടെ സാഗർ മിത്ര എന്നാണ്. എന്താണ്? സാഗർ മിത്ര. അടുത്ത്, 2025 അന്തരിച്ച വാഴൂർ സോമൻ ഏതു നിയമസഭാ മണ്ഡലത്തിലെ MLA ആയിരുന്നു? 2025 അന്തരിച്ച വാഴൂർ സോമൻ ഏതു നിയമസഭാ മണ്ഡലത്തിലെ MLA ആയിരുന്നു? പീരുമേട് നിയമസഭാ മണ്ഡലത്തിലെ MLA ആയിരുന്നു. 2025 അന്തരിച്ച വാഴൂർ സോമൻ ഏതു നിയമസഭാ മണ്ഡലത്തിലെ MLA ആയിരുന്നു? പീരുമേട് നിയമസഭാ മണ്ഡലത്തിലെ MLA ആയിരുന്ന വ്യക്തിയാണ് വാഴൂർ സോമൻ. അടുത്ത്, ഏത് മന്ത്രാലയത്തിൻ്റെ ഭരണ നിയന്ത്രണത്തിലാണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ RGI പ്രവർത്തിക്കുന്നത്?
അപ്പോൾ ഏത് മന്ത്രാലയത്തിൻ്റെ ഭരണ നിയന്ത്രണത്തിലാണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. ഓക്കെ, അടുത്ത് ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ ചെയർമാനായി ഏത് രാജ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? നമ്മുടെ ഇന്ത്യയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ AIBDയുടെ ചെയർമാൻ ഇപ്പോൾ ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, കാനഡയിലെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? ദിനേശ് കെ പട്നായിക്. കാനഡയിലെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? ദിനേശ് കെ പട്നായിക്. കാനഡയിലെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? ദിനേശ് കെ പട്നായിക്കാണ്. റെയിൽവേ ബോർഡിൻ്റെ ചെയർമാനും CEO-യുമായ വ്യക്തി സതീഷ് കുമാറാണ്. ഇപ്പോൾ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാനും CEO-യുമായി വീണ്ടും നിയമിതനായ വ്യക്തി ആരാണ്? നമ്മുടെ സതീഷ് കുമാറാണ്. ഇപ്പോൾ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാനും CEO-യും ആരാണ്? സതീഷ് കുമാർ. അടുത്ത് 2024 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116. ഇപ്പോൾ 2024 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്ട? 116. അടുത്ത്, ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ 32 ബിറ്റ് മൈക്രോ പ്രോസസ്സർ. ശ്രദ്ധിക്കുക, ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ 32 ബിറ്റ് മൈക്രോ പ്രോസസ്സർ ഏതാണ്? വിക്രം 3201. അപ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ട് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ 32 ബിറ്റ് മൈക്രോ പ്രോസസ്സർ ഏതാണത്? അത് വിക്രം 3201 ആണ്. 2025 ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിക്സ് കിരീട ജേതാവ് നമ്മൾ പറഞ്ഞു ആരാണ്? ഓസ്കർ പിയാസ്ട്രി. സീഷെൽസിൻ്റെ പുതിയ ഇന്ത്യൻ ഹൈ കമ്മീഷണറായി നിയമിതനായ മലയാളി. ഇത് നോക്കി വെച്ചേക്കാം, നല്ല ചോദ്യമാണ്. ആരാണ്? രോഹിത് രതീഷാണ്. അപ്പോൾ സീഷെൽസിൻ്റെ പുതിയ ഇന്ത്യൻ ഹൈ കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളി ആരാണ്? രോഹിത് രതീഷാണ്. ശ്രദ്ധിക്കുക, സീഷെൽസിൻ്റെ പുതിയ ഇന്ത്യൻ ഹൈ കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളി ആരാണ്? രോഹിത് രതീഷാണ്. അടുത്ത് 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിദ്യാഭ്യാസ വിദഗ്ധനും ചിന്മയ വിദ്യാപീഠത്തിൻ്റെ സ്ഥാപക ഡയറക്ടറുമായിരുന്ന വ്യക്തി. 2025 അന്തരിച്ച വിദ്യാഭ്യാസ വിദഗ്ധയും ചിന്മയ വിദ്യാപീഠത്തിൻ്റെ സ്ഥാപക ഡയറക്ടറുമായ വ്യക്തി ആരാണ്? കാമാക്ഷി ബാലകൃഷ്ണനാണ്. ആരാണ്? കാമാക്ഷി ബാലകൃഷ്ണനാണ്. ഇപ്പോൾ 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിദ്യാഭ്യാസ വിദഗ്ധയും ചിന്മയ വിദ്യാപീഠത്തിൻ്റെ സ്ഥാപക ഡയറക്ടറുമായ വ്യക്തി ആരാണത്? അത് കാമാക്ഷി ബാലകൃഷ്ണനാണ്. ആരാണത്? കാമാക്ഷി ബാലകൃഷ്ണനാണ്. അടുത്ത് 2025 നടന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത്. ശ്രദ്ധിക്കുക, സ്പോർട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. 2025 നടന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത് ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇപ്പോൾ 2025 നടന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത് ആരാണ്? നമ്മുടെ ഇന്ത്യ. അടുത്ത് 2025 സെപ്റ്റംബറിൽ 1000-ലേറെ ആളുകളുടെ മരണത്തിന് കാരണമായ ഭൂകമ്പം നടന്ന രാജ്യം നമ്മുടെ അഫ്ഗാനിസ്ഥാനാണ്. ഇപ്പോൾ യുദ്ധം നടക്കാനായിട്ട് പോകുന്നു എന്ന് പറയുന്ന രാജ്യം. ഇപ്പോൾ 2025 1000-ലേറെ ആളുകളുടെ മരണത്തിന് കാരണമായ ഭൂകമ്പം നടന്ന രാജ്യം ഏതാണ്? അത് അഫ്ഗാനിസ്ഥാനാണ്. അടുത്ത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ വൈസ് ചെയർമാൻ PTI മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആരാണ് പുതിയ വൈസ് ചെയർമാൻ? MV ശ്രേയാംസ് കുമാറാണ്. അപ്പോൾ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരാണ്? നമ്മുടെ MV ശ്രേയാംസ് കുമാറാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 2025 ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ഫൈനലിലെ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം നമുക്കറിയാം ആരാണ്? നമ്മുടെ നീരജ് ചോപ്രയാണ്. അപ്പോൾ 2025 ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ഫൈനലിലെ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് നമ്മുടെ നീരജ് ചോപ്ര. റെയിൽവേ ബോർഡിൻ്റെ ചെയർമാനും CEO-യും ആരാണ്? നമ്മുടെ സതീഷ് കുമാറാണ്. അതറിയാം നമുക്ക്. അടുത്ത് ഭവന വില വർധനയിൽ ലോകത്ത് 4ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം ഏതാണ്? അത് ബംഗളൂരുവാണ്. അപ്പോൾ ഭവന വില വർധനയിൽ ലോകത്ത് 4ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം ഏതാണ്? അത് ബംഗളൂരുവാണ്. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്
ആരാണ്? അജയ് സിംഗ് ആണ്. അപ്പോൾ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്ട? അത് അജയ് സിംഗ് ആണ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്. ശ്രദ്ധിക്കുക, ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? അജയ് സിംഗ് ആണ്. അടുത്ത്, വ്യക്തികളിൽ നിന്നും ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? നമ്മുടെ ഒമാനാണ്. ഒമാൻ. അപ്പോൾ വ്യക്തികളിൽ നിന്നും ആദായ നികുതി ഈടാക്കുവാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? അത് ഒമാനാണ്. ഏത് രാജ്യമാണ്? ഒമാനാണ്. അടുത്ത്, 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സ്വദേശി ആരാണ്? വിദുഷി ദീക്ഷയാണ്. അപ്പോൾ 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സ്വദേശി അത് വിദുഷി ദീക്ഷയാണ്. ആരാണ്? വിദുഷി ദീക്ഷയാണ് 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ചത്. വിദുഷി ദീക്ഷ. അടുത്ത്, 2025 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാൽക്കാണ്. 2025 അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരം അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പേസർ ആരാണ്? മിച്ചൽ സ്റ്റാൽക്കാണ്. ആരാണ്? മിച്ചൽ സ്റ്റാൽക്ക്. 2025 ക്ലാസ് സമയങ്ങളിൽ മൊബൈൽ ഫോണുകളുടെയും മറ്റ് സ്മാർട്ട് ഉപകരണങ്ങളുടെയും ഉപയോഗം നിരോധിക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം നമ്മുടെ ദക്ഷിണ കൊറിയയാണ്. നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ 2025 ക്ലാസ് സമയങ്ങളിൽ മൊബൈൽ ഫോണുകളുടെയും മറ്റ് സ്മാർട്ട് ഉപകരണങ്ങളുടെയും ഉപയോഗം നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യം നമ്മുടെ ദക്ഷിണ കൊറിയയാണ്. അപ്പോൾ ഒരു രാജ്യം ഇങ്ങനെയുള്ള ബില്ല് പാസ്സാക്കണമെങ്കിൽ അവിടെ എത്രത്തോളം അധികം ഇങ്ങനെ ഉപയോഗമുണ്ടെന്ന് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ദക്ഷിണ കൊറിയയാണ്. ഓക്കെ, അടുത്ത്, രാജ്യത്തെ വൈവിധ്യമാർന്ന ആദിവാസി ഗോത്ര ഭാഷകളുടെ AI തർജ്ജമയ്ക്ക് ആദിവാസി ക്ഷേമ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ശ്രദ്ധിക്കുക, രാജ്യത്തെ വൈവിധ്യമാർന്ന ആദിവാസി ഗോത്ര ഭാഷകളുടെ AI തർജ്ജമയ്ക്ക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തർജ്ജമയ്ക്ക് ആദിവാസി ക്ഷേമ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ അത് ആദിവാണിയാണ്. എന്താണ്? ആദിവാണി. വനിതാ പ്രീമിയർ ലീഗിൻ്റെ ആദ്യ ചെയർമാനായിട്ട് നിയമിതനായ മലയാളി ആരാണ്? വനിതാ പ്രീമിയർ ലീഗിൻ്റെ ആദ്യ ചെയർമാനായി നിയമിതനായ മലയാളി ജയേഷ് ജോർജാണ്. ആരാണ്? ജയേഷ് ജോർജാണ്. അപ്പോൾ വനിതാ പ്രീമിയർ ലീഗിൻ്റെ ആദ്യ ചെയർമാനായി നിയമിതനായ മലയാളി ആരാണ്ട? ജയേഷ് ജോർജ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ വനം വകുപ്പിലെ ഫോറസ്റ്റ് വാച്ചർ തസ്തികയുടെ പുതിയ പേര്. അപ്പോൾ നമ്മുടെ വനം വകുപ്പിലെ ഫോറസ്റ്റ് വാച്ചർ തസ്തികയുടെ പുതിയ പേര് എന്താണ്? ഫോറസ്റ്റ് ബീസ്റ്റ് അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ വനം വകുപ്പിലെ ഫോറസ്റ്റ് വാച്ചർ തസ്തികയുടെ പേര് പുതിയൊരു പേര് വന്നു. പേരെന്താണ്? ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റൻ്റ് ആണ്. എന്താണ്? ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഗോവയിൽ വച്ച് നടത്തപ്പെടുന്ന ചെസ് ലോകകപ്പിൽ ചീഫ് ഫെയർ പ്ലെയർ ഓഫീസറായി നിയമിതനായ വ്യക്തി. അപ്പോൾ ഗോവയിൽ വച്ച് നടത്തപ്പെടുന്ന ചെസ് ലോകകപ്പിൽ ചീഫ് ഫെയർ പ്ലെയർ ഓഫീസറായിട്ട് നിയമിതനായത് ആരാണ്? MS ഗോപകുമാറാണ്. അപ്പോൾ ഗോവയിൽ വെച്ച് നടത്തപ്പെടുന്ന ചെസ് ലോകകപ്പിൽ ചീഫ് ഫെയർ പ്ലെയർ ഓഫീസറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? MS ഗോപകുമാർ. MS ഗോപകുമാർ. ഓക്കെ, അടുത്ത ചോദ്യം, കാനഡയിൽ നടന്ന രാജ്യാന്തര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ ഏത് സെഷനിലാണ് ഇന്ത്യയെ ഗവേണിംഗ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുത്തത്? ഇപ്പോൾ ശ്രദ്ധിക്കുക, ചോദ്യം ശ്രദ്ധിക്കുക. കാനഡയിൽ നടന്ന രാജ്യാന്തര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ ഏത് സെഷനിലാണ് ഇന്ത്യയെ ഗവേണിംഗ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുത്തത്? ഏത് സെക്ഷനിലാണ്? 42ാമത് സെഷനിലാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം, ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ്? ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവാണ്. അപ്പോൾ ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ്? സുരേഖ യാദവാണ്. ശ്രദ്ധിക്കുക, ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ്? സുരേഖ യാദവ്. അടുത്ത ചോദ്യം, 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി. അപ്പോൾ 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യയും ശ്രീലങ്കയുമാണ്. അപ്പോൾ 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യയും ശ്രീലങ്കയുമാണ്. ഓക്കെ, അടുത്ത്, രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയ ഭിന്നശേഷി കലാമേളയായ സമ്മോഹൻ്റെ 2ാം പതിപ്പിൻ്റെ വേദി എവിടെയാണ്?
നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്താണ്. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയ ഭിന്നശേഷി കലാമേളയാണ് സമ്മോഹൻ. ആ ഒരു സമ്മോഹൻ്റെ 2ാം പതിപ്പിൻ്റെ വേദി എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിൽ തിരുവനന്തപുരത്താണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ സമ്മോഹൻ 2ാം പതിപ്പിൻ്റെ വേദി കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം. ചൈനയിൽ നടന്ന 2025 ലോക സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 1000 മീറ്റർ സ്പ്രിൻറ്റിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? ആനന്ദ് കുമാർ വേൽകുമാറാണ്. അപ്പോൾ ചൈനയിൽ നടന്ന 2025 ലോക സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 1000 മീറ്റർ സ്പ്രിൻറ്റിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാരാണ്? ആനന്ദ് കുമാർ വേൽകുമാർ. ഓക്കെ, ആനന്ദ് കുമാർ വേൽകുമാർ 1000 മീറ്റർ സ്പ്രിൻറ്റ്. ഓക്കെ, നമ്മുടെ ചൈനയിൽ നടന്ന 2025 ലോക സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ്. അടുത്ത ചോദ്യം. 2025 അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ 2025 അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ്? നമ്മുടെ ഇന്ത്യയാണ്. ശ്രദ്ധിക്കുക, 2015 അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ. അടുത്ത ചോദ്യം. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് അതുമാരാണ്? അതും നമ്മുടെ ഇന്ത്യയാണ്. ഇപ്പോൾ 2025 ഏഷ്യ കപ്പ് കിരീടം, ക്രിക്കറ്റ് കിരീടം ആർക്ക് കിട്ടി? നമ്മുടെ ഇന്ത്യക്ക് കിട്ടി. അടുത്ത ചോദ്യം. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് ആരാണ്? അഭിഷേക് ശർമ്മ. ആരാണ്? അഭിഷേക് ശർമ്മ. അപ്പോൾ 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? അഭിഷേക് ശർമ്മയെ. അടുത്ത ചോദ്യം. വനിതാ പ്രീമിയർ ലീഗ് ചെയർമാനായി നിയമിതനായ വ്യക്തി നമ്മൾ പറഞ്ഞു ആരാണ്? ജയേഷ് ജോർജ് ആണ്. വനിതാ പ്രീമിയർ ലീഗ് ചെയർമാൻ ആരാണ്? ജയേഷ് ജോർജ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യൂഗോങ് കൺസർവേഷൻ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യൂഗോങ് കൺസർവേഷൻ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ പാക് ബേയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യൂഗോങ് കൺസർവേഷൻ റിസർവ് എവിടെ സ്ഥിതി ചെയ്യുന്നു? തമിഴ്നാട്ടിലെ പാക് ബേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അടുത്ത്. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതികളും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള പദ്ധതി ഓപ്പറേഷൻ വനരക്ഷ. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതികളും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ വനരക്ഷ. ഓക്കെ. അടുത്ത്. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ഇപ്പോൾ 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആർക്ക് കിട്ടി? ആലങ്കോട് ലീലാകൃഷ്ണന് കിട്ടി. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആർക്ക് കിട്ടി? ആലങ്കോട് ലീലാകൃഷ്ണൻ. അടുത്ത ചോദ്യം. സ്ത്രീകൾക്കായിട്ടുള്ള ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ പരിചരണ കേന്ദ്രം നിലവിൽ വന്നത് സ്ത്രീകൾക്കായിട്ടുള്ള ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ പരിചരണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് സ്ത്രീകൾക്കായിട്ടുള്ള ഏഷ്യയിലെ ആദ്യത്തെ ക്യാൻസർ സമർപ്പിത പരിചരണ കേന്ദ്രം വന്നത്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ. അടുത്ത ചോദ്യം. 64ാമത് കേരള സ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? അത് തൃശ്ശൂരിലാണ്. അപ്പോൾ 64ാമത് കേരള സ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? അത് തൃശ്ശൂരിലാണ്. ഒന്നുകൂടി, 64ാമത് കേരള സ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? അത് തൃശ്ശൂരിലാണ്. അടുത്ത്. 2025 ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന അവാർഡുകൾ ലഭിച്ചത് 2025 ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന അവാർഡുകൾ ലഭിച്ചത് ആർക്കാണ്? ഷീല PK മേദിനി. അപ്പോൾ 2025 ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന അവാർഡുകൾ ലഭിച്ചത് ആർക്കാണ്? ഷീലയ്ക്കും PK മേദിനിക്കും. അപ്പോൾ 2025 ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന അവാർഡുകൾ ലഭിച്ചത് ആർക്കാണ്? ഷീലയ്ക്കും PK മേദിനിക്കും. ഓക്കെ. അടുത്ത ചോദ്യം. 2025 ലോക വിനോദസഞ്ചാര ദിനത്തിൻ്റെ ആഘോഷവേദി
2025 ലോക വിനോദസഞ്ചാര ദിനത്തിൻ്റെ ആഘോഷവേദി എവിടെയാണ്? മലേഷ്യയിലെ മെലാക്കയിലാണ്. 2025 ലോക വിനോദസഞ്ചാര ദിനത്തിൻ്റെ ആഘോഷവേദി എവിടെയാണ്? മലേഷ്യയിലെ മെലാക്ക. അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ MiG-21 പകരമായിട്ട് രാജ്യം ഉപയോഗിക്കുവാൻ തീരുമാനിച്ച യുദ്ധവിമാനം ഏതാണ്? വലിയ ന്യൂസായതാണ്. തേജസ് MK-1A ആണ്. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് നമ്മുടെ MiG-21, അറിയാമല്ലോ MiG-21 പറക്കും ശവപ്പെട്ടി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഭയങ്കര നമ്മൾ കുറേ വർഷം കൊണ്ട് ഉപയോഗിച്ച ഒരു വിമാനമാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ MiG-21 പകരമായിട്ട് രാജ്യം അടുത്ത് ഉപയോഗിക്കുവാൻ തീരുമാനിച്ച യുദ്ധവിമാനം ഏതാണ്? അത് തേജസ് MK-1A ആണ്. അടുത്ത് 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ. 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ശ്രീലങ്കയുമാണ്. അപ്പോൾ 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ശ്രീലങ്കയാണ് നമ്മൾ പറഞ്ഞ. ഓക്കെ, അടുത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വെർച്വൽ മന്ത്രിയെ നിയമിച്ച ആദ്യ രാജ്യം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, AI ആണ്. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വെർച്വൽ മന്ത്രിയെ നിയമിച്ച ആദ്യ രാജ്യം എവിടെയാണ്? അത് നമ്മുടെ അൽബേനിയയാണ്. എവിടെയാണ്? അൽബേനിയ. AI മന്ത്രിയെ നിയമിച്ചത് എവിടെയാണ്? അൽബേനിയ. അടുത്ത ചോദ്യം, ഗവൺമെൻറ് അംഗീകൃത ലൈസൻസോ അധികാരപത്രമോ ഇല്ലാതെ പണം അമിത പലിശയ്ക്ക് കൊടുക്കുന്നവരെ പിടികൂടുന്നതിനായിട്ട് കേരള പോലീസ് 2025 സെപ്റ്റംബറിൽ നടത്തിയ ഓപ്പറേഷൻ നമ്മുടെ ഷൈലോക്കാണ്. ഓപ്പറേഷൻ ഷൈലോക്ക്. ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, അതേ കാര്യങ്ങൾ തന്നെയാണ്. ആ ഒരു സിനിമയിൽ നടക്കുന്ന അതേ ഒരു ഓപ്പറേഷനാണ് ഇവിടെയും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് അംഗീകൃത ലൈസൻസോ അധികാരപത്രമോ ഇല്ലാതെ, അതിൽ നമ്മുടെ മമ്മൂട്ടി പൈസ കടം കൊടുക്കുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് അംഗീകൃത ലൈസൻസോ അധികാരപത്രമോ ഇല്ലാതെ പണം അമിത പലിശയ്ക്ക് കൊടുക്കുന്നവരെ പിടികൂടുന്നതിനായിട്ട് കേരള പോലീസ് 2025 സെപ്റ്റംബറിൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഷൈലോക്ക്. ഏതാണ് ഓപ്പറേഷൻ ഷൈലോക്ക്? ആ ഒരു സിനിമ, മമ്മൂട്ടിയിലെ ഷൈലോക്ക് സിനിമ ആലോചിച്ചാൽ മതി. അടുത്ത ചോദ്യം, കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റുവാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കുവാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതി. നമ്മൾ ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. DDAD ആണ്. എന്താണ്? DDAD. അപ്പോൾ കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റുവാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കുവാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ്? അത് DDAD ആണ്. എന്താണ്? DDAD. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി മഹി ബൻസ്വര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനം. പ്രധാനമന്ത്രി മഹി ബൻസ്വര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനം എവിടെയാണ്? അത് രാജസ്ഥാനിലാണ്. പ്രധാനമന്ത്രി മഹി ബൻസ്വര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനം എവിടെയാണ്? അത് രാജസ്ഥാനാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ മഹി ബൻസ്വര ആണവ നിലയം പദ്ധതി എവിടെയാണ്? രാജസ്ഥാനിലാണ് വരുന്നത്. അടുത്ത്, AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനം ഏതാണ്? അത് തെലങ്കാന RTC ആണ്. നമ്മുടെ കേരള സ്റ്റേറ്റ് നമ്മുടെ KSRTC ഇല്ലേ, അതേപോലെ തെലങ്കാന RTC ആണ്. അപ്പോൾ AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനം ഏതാണത്? അത് തെലങ്കാന RTC ആണ്. ഏതാണ്? തെലങ്കാന RTC. ചോദ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത്, പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്ത മാൻ ധൻ 2025 ദേശീയ സമ്മേളനത്തിൻ്റെ കേന്ദ്ര പ്രമേയം എന്തായിരുന്നു? ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്ത മൻധൻ 2025 ദേശീയ സമ്മേളനത്തിൻ്റെ കേന്ദ്ര പ്രമേയം എന്തായിരുന്നു? ആത്മനിർഭർ ഭാരത് അറ്റ് 2047 തന്ത്രപരമായ രൂപരേഖ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രതിരോധ മന്ത്രി, ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? നമ്മുടെ രാജ്നാഥ് സിംഗ് ആണ്. അപ്പോൾ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത മാൻധൻ 2025 ദേശീയ സമ്മേളനത്തിൻ്റെ കേന്ദ്ര പ്രമേയം എന്തായിരുന്നു? ആത്മനിർഭർ ഭാരത് അറ്റ് 2047 തന്ത്രപരമായ രൂപരേഖയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, ഫോബ്സിൻ്റെ റിയൽ ടൈം ആഗോള ശതകോടീശ്വര പട്ടികയിലെ മലയാളി അതിസമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയ വ്യക്തി.
നമുക്കറിയാം നമ്മുടെ MA യൂസഫ് അലിയാണ്. അപ്പോൾ ഫോബ്സിൻ്റെ റിയൽ ടൈം ആഗോള ശതകോടീശ്വര പട്ടികയിലെ മലയാളി അതിസമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയ വ്യക്തി ആരാണ്? നമ്മുടെ MA യൂസഫ് അലിയാണ്. അറിയാലോ, MA യൂസഫ് അലിയാണ്. ഓക്കെ, അടുത്ത് US-ഉം ചൈനയും ഏത് സാമൂഹിക മാധ്യമവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാനാണ് കരാറിലേർപ്പെട്ടത്? US-ഉം ചൈനയും. നമ്മുടെ ഇന്ത്യയിൽ നേരത്തെ നിരോധിച്ചു. ഏതാണ്? നമ്മുടെ ടിക്ടോക്കാണ്. അപ്പോൾ US-ഉം ചൈനയും ഏത് സാമൂഹിക മാധ്യമവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുവാനാണ് കരാറിലേർപ്പെട്ടത്? ഏതാണ്? നമ്മുടെ ടിക്ടോക്കാണ്. ഏതാണ്? ടിക്ടോക്ക്. ഓക്കെ, അടുത്ത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ MP കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം നേടിയ വ്യക്തി. ശ്രദ്ധിക്കുക, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇതേപോലെയുള്ള പുരസ്കാരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ MP കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? R പാർവതി ദേവിയാണ്. ആരാണ്? R പാർവതി ദേവിയാണ്. ഓക്കെ, MP കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം ആർക്ക് കിട്ടി? R പാർവതി ദേവിക്ക് കിട്ടി. അടുത്ത ചോദ്യം, 2025 കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ. 2025 കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? അത് ഉസ്ബെക്കിസ്ഥാനാണ്. അപ്പോൾ 2025 കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? അത് ഉസ്ബെക്കിസ്ഥാനാണ്. ആരാണ്? ഉസ്ബെക്കിസ്ഥാനാണ് 2025 കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്. ആർക്ക് കിട്ടി? ഉസ്ബെക്കിസ്ഥാന് കിട്ടി. ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നത് ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നത് നമ്മുടെ ഫ്രാൻസ് ആണ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നത് ഏത് രാജ്യമാണ്? അത് നമ്മുടെ ഫ്രാൻസ് ആണ്. ഓക്കെ, അടുത്ത് കൃത്യമായ വിള ഡാറ്റ ശേഖരണം ഉറപ്പാക്കുവാനായിട്ട് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ച സംവിധാനം. ശ്രദ്ധിക്കുക, കൃത്യമായിട്ടുള്ള വിള ഡാറ്റ ശേഖരണം ഉറപ്പാക്കുവാനായിട്ട് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ച സംവിധാനം ഏതാണ്? നമ്മുടെ DCS ആണ്, ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള വിള ഡാറ്റ ശേഖരണം ഉറപ്പാക്കുവാനായിട്ട് നമ്മുടെ കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ, അല്ലെങ്കിൽ DCS എന്ന് പറയും. ഓക്കെ, അടുത്ത് രാജ്യത്ത് അനധികൃത കുടിയേറ്റം തടയുക ലക്ഷ്യമിട്ട് കുടിയേറ്റ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമുള്ള എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 രാജ്യസഭയിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണ്? കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള നിത്യാനന്ദ റായ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, രാജ്യത്ത് അനധികൃത കുടിയേറ്റം തടയുക ലക്ഷ്യമിട്ട് കുടിയേറ്റ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമുള്ള ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് 2025 രാജ്യസഭയിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണ്? നമ്മുടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള നിത്യാനന്ദ റായ് ആണ്. ആരാണ്? നിത്യാനന്ദ റായ്. ഓക്കെ, അടുത്ത് 2025 വഖബ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ച തീയതി. അപ്പോൾ 2025 വഖബ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ച എന്നാണ്? 2025 ഏപ്രിൽ 5-നാണ്. അപ്പോൾ 2025 വഖബ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്ന് ഒപ്പുവെച്ചു? 2025 ഏപ്രിൽ 5-ന് നമ്മുടെ ദ്രൗപദി മുർമു എന്ത് ചെയ്തു? ഒപ്പ് വച്ചു എന്നാണ്. 2025 ഏപ്രിൽ 5-ന്. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. എന്നാണ് ഒപ്പുവെച്ചത്? ദ്രൗപദി മുർമു വഖബ് ബില്ലിൽ 2025 ഏപ്രിൽ 5-ന് ഒപ്പുവെച്ചു. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ച എവിടെയാണ്? കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് നമ്മുടെ കൊച്ചിയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് എവിടെ പ്രവർത്തനം ആരംഭിച്ചു? കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഓക്കെ ആണല്ലോ? ഓക്കെ, എവിടെ ആരംഭിച്ചു? കൊച്ചിയിലാണ് ആരംഭിച്ചത്. അടുത്ത് മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കുവാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ആരാണ്? അപ്പോൾ മുനമ്പം ഭൂമി വിഷയം അറിയാലോ, ഭയങ്കര ഒരു ന്യൂസായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കുവാനായിട്ട് സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെയാണ്.
ശ്രദ്ധിക്കുക, മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കുവാനായിട്ട് സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് നമ്മുടെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ഏത് കമ്മീഷൻ? മുനമ്പം വിഷയവുമായിട്ടുള്ള ബന്ധപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത്, കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുമായിട്ടുള്ള പദ്ധതി. അപ്പോൾ കെട്ടിടങ്ങളിൽ നമ്മുടെ കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും അതേപോലെ തന്നെ ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുമായിട്ടുള്ള പദ്ധതി ഏതാണ്? നമ്മുടെ കുളിർമ പദ്ധതിയാണ്. കുളിർമ, കൂൾ റൂഫ്, കുളിർമ, കൂൾ റൂഫ്, ഇങ്ങനെ ഓർത്ത് വച്ചേക്കുക. ഓക്കെ. അടുത്ത്, കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ സ്ഥാപിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ എവിടെ സ്ഥാപിച്ചു? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥാപിച്ചത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ സ്ഥാപിച്ചത് എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ സ്ഥാപിച്ചത്. ഓക്കെ ആണല്ലോ? അപ്പോൾ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ എന്ത് സ്ഥാപിച്ചു? കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ സ്ഥാപിച്ചു. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് NSA നിയമിതനായ വ്യക്തി ആരാണ്? ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അനീഷ് ദയാൽ സിംഗ്. ആരാണ്? അനീഷ് ദയാൽ സിംഗ്. ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അനീഷ് ദയാൽ സിംഗ്. ആരാണ്? അനീഷ് ദയാൽ സിംഗ് ആണ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഓക്കെ. അടുത്ത്, മടങ്ങിയെത്തുന്ന തൊഴിലാളികൾക്ക് 1 വർഷത്തേക്കോ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നത് വരെയോ പ്രതിമാസം 5000 രൂപ നൽകുന്ന ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. നല്ല ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ മടങ്ങിയെത്തുന്ന തൊഴിലാളികൾക്ക് 1 വർഷത്തേക്കോ അല്ലെങ്കിൽ അവർക്ക് എപ്പോഴാണോ തൊഴിൽ ലഭിക്കുന്നത് അതുവരെയോ പ്രതിമാസം 5000 രൂപ നൽകുന്ന ധനസഹായം നൽകുന്ന ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ പശ്ചിമ ബംഗാളാണ്. ശ്രദ്ധിക്കുക, പശ്ചിമ ബംഗാൾ എന്താരംഭിച്ചു? ശ്രമശ്രീ പദ്ധതി ആരംഭിച്ചു. 5000 രൂപ മടങ്ങി വരുന്നവർക്ക് അവർക്ക് എപ്പോഴാണോ ജോലി കിട്ടുന്നത് ആ സമയം വരെ എന്ത് ചെയ്യും? അവർക്ക് 5000 രൂപ കിട്ടും. ആ പദ്ധതി ഏതാണ്? ശ്രമശ്രീ പദ്ധതി. ഓക്കെ. അടുത്ത്, പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ OTT പ്ലാറ്റ്ഫോം ഏതാണ്? പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ OTT പ്ലാറ്റ്ഫോം ഏതാണ്? അത് വേവ്സ് ആണ്. അപ്പോൾ പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ OTT പ്ലാറ്റ്ഫോം ഏതാണ്ടാ? അത് വേവ്സ് ആണ്. ഏതാണ്? വേവ്സ് ആണ്. അപ്പോൾ പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ OTT പ്ലാറ്റ്ഫോം ഏതാണ്? നമ്മുടെ വേവ്സ് ആണ്. വേവ്സ്. ഓക്കെ. അടുത്ത്, ഭാരത് ജൻ ഉച്ചകോടിയിൽ ഭാരത് ജൻ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ LLM ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? ശ്രദ്ധിക്കുക, ഭാരത് ജൻ ഉച്ചകോടിയിൽ ഭാരത് ജൻ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയമാണ്. അപ്പോൾ ഒന്നുകൂടി, ഭാരത് ജൻ ഉച്ചകോടിയിൽ ഭാരത് ജൻ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയമാണ്. ഏത് മന്ത്രാലയം? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. ഓക്കെ. അടുത്ത്, മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവള ഇനം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാമല്ലോ, നിങ്ങൾക്കറിയാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ച് പഠിച്ച് പോവുക. അപ്പോൾ മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവള ഏതാണ്? അമോലോപ്സ് ഷില്ലോങ്. അപ്പോൾ മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവള ഇനം ഏതാണ്ട? അമോലോപ്സ് ഷില്ലോങ്. ഏതാണ്? അമോലോപ്സ് ഷില്ലോങ്. ഓക്കെ. അടുത്ത ചോദ്യം, 700 മെഗാവാട്ടിൻ്റെ ടാറ്റോ 2 ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ 700 മെഗാവാട്ടിൻ്റെ ടാറ്റോ 2 ആണോ? ഓക്കെ, അത് പോട്ടെ. ടാറ്റോ 2 ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ച എവിടെയാണ്? നമ്മുടെ അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ 700 മെഗാവാട്ടിൻ്റെ ടാറ്റോ 2 ജലവൈദ്യുത പദ്ധതി. അപ്പോൾ ചോദിക്കാം, ടാറ്റോ 2 ജലവൈദ്യുത പദ്ധതി നമ്മുടെ PSCക്ക് ആയാലും നമ്മുടെ റെയിൽവേക്ക് ആയാലും ഗ്രൂപ്പ് ഡി, അറിയാലോ ഗ്രൂപ്പ് ഡി, റെയിൽവേയിലെ ഗ്രൂപ്പ് ഡി ആയാലും SSCയുടെ GD ആയാലും ഏത് പരീക്ഷയ്ക്കും ചോദിക്കാൻ പറ്റിയ നമ്മുടെ ഓൾ ഇന്ത്യ ലെവൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ. അപ്പോൾ അത് പഠിക്കുന്നവർക്കും ഇതെന്താണ്? വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ
അപ്പോൾ 700 മെഗാവാട്ടിൻ്റെ ടാറ്റോ 2 ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ച എവിടെയാണ്? അത് നമ്മുടെ അരുണാചൽ പ്രദേശിലാണ് ടാറ്റോ 2 ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, അടുത്തിടെ ഒഡീഷയിലെ ചാന്ദിപൂർ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? നമുക്കറിയാം, അത് അഗ്നി 5 ആണ്. അപ്പോൾ അടുത്തിടെ ഒഡീഷയിലെ ചാന്ദിപൂർ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? നമ്മുടെ അഗ്നി 5 ആണ്. മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? അഗ്നി 5 ആണ്. സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലം. ഒരു നദിക്ക് കുറുകെ ഏത് പാലമാണ്? കുമ്പിച്ചൽ കടവ് പാലമാണ്. അപ്പോൾ സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലം ഏതാണ്? കുമ്പിച്ചൽ കടവ് പാലമാണ്. ഒന്നുകൂടി, സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലം ഏതാണ്ടാ? കുമ്പിച്ചൽ കടവ് പാലം. ഓക്കെ. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ 81ാമത് വാർഷിക പൊതുയോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. അപ്പോൾ IATA 81ാമത് AGMന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഒന്നുകൂടി പറയാം, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ 81ാമത് വാർഷിക പൊതുയോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ബംഗളൂരുവിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലറായി നിയമിതനായ പ്രമുഖ ശാസ്ത്രജ്ഞനും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ മുൻ ചെയർമാനുമായ വ്യക്തി. നമുക്കറിയാം, എന്താണ്? നമ്മുടെ എസ് സോമനാഥാണ്. അപ്പോൾ ബംഗളൂരുവിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലറായിട്ട് നിയമിതനായ പ്രമുഖ ശാസ്ത്രജ്ഞനും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ മുൻ ചെയർമാനുമായിരുന്ന വ്യക്തി ആരാണ്? എസ് സോമനാഥാണ്. ഓക്കെ, അപ്പോൾ അറിയാം, എസ് സോമനാഥ്. ഓക്കെ. ഇന്ത്യൻ വ്യോമസേനയുടെ ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ഫോഴ്സും തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത സൈനികാഭ്യാസം, അതിൻ്റെ പേരെന്താണ്? ടൈഗർ ക്ലോ എന്നാണ്. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സും നമ്മുടെ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സും തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത സൈനികാഭ്യാസം, അതിൻ്റെ പേരെന്താണ്? ടൈഗർ ക്ലോ. എന്താണ്? ടൈഗർ ക്ലോ. ഓക്കെ, എന്താണ്? ടൈഗർ ക്ലോ. ഓർത്ത് വച്ചേക്കുക. മിഥുന സംക്രാന്തി എന്നും അറിയപ്പെടുന്ന രാജപർബ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം. അപ്പോൾ മിഥുന സംക്രാന്തി എന്നും അറിയപ്പെടുന്ന രാജ് പർബ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ ഒഡീഷയാണ്. അപ്പം മിഥുന സംക്രാന്തി എന്നും അറിയപ്പെടുന്ന രാജപർബ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ ഒഡീഷ. മിഥുന സംക്രാന്തി എന്നും അറിയപ്പെടുന്ന രാജപർബ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്ട? നമ്മുടെ ഒഡീഷ. ഏതാണ്? ഒഡീഷ. 2025 സുധീർമാൻ കപ്പ് ജേതാക്കൾ ആരാണ്? അത് ചൈനയാണ്. 2025 സുധീർമാൻ കപ്പ് ജേതാക്കൾ ആരാണ്? നമ്മുടെ ചൈനയ്ക്കാണ് 2025 സുധീർമാൻ കപ്പ് പുരസ്കാരം കിട്ടിയത്. ഒന്നുകൂടി പറയാം, 2025 സുധീർമാൻ കപ്പ് ജേതാക്കൾ ആരാണ്? അത് ചൈനയാണ്. ഓക്കെ. 2025 സുധീർമാൻ കപ്പ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിന് വേദിയായത് എവിടെയായിരുന്നു? ചൈനയിലെയാണ്. ചൈനയിലെ കസിയാമൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ 2025 സുധീർമാൻ കപ്പ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിന് വേദിയായത് എവിടെയാണ്? ചൈനയിലെ കസിയാമൻ എന്ന് പറയുന്ന സ്ഥലത്താണ് 2025 സുധീർമാൻ കപ്പ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിന് വേദിയായത്. ഓക്കെ. യമൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്ടാ? സലീം സലേഹ് ബിൻ ബ്രക്ക്. ഞാൻ നമ്മുടെ ഈ ഒരു നിയമനം ഞാനൊരു പരീക്ഷയ്ക്കും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ യമൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? സലീം സലേഹ് ബിൻ ബ്രൈക്ക്. യമൻ്റെ പുതിയ പ്രധാനമന്ത്രി സലീം കുമാർ എന്ന് പഠിച്ച് വച്ചേക്കുക. അപ്പോൾ യമൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? സലീം സലേഹ് ബിൻ ബ്രൈക്ക്. 2025 മെയ്യിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ കായിക താരം നമുക്കറിയാം, നമ്മുടെ വിരാട് കോഹ്ലി. അപ്പോൾ 2025 മെയ് മാസത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം നമുക്കറിയാം ആരാണ്? നമ്മുടെ വിരാട് കോഹ്ലിയാണ്. അറിയാലോ, വിരാട് കോഹ്ലി. ഓക്കെ. PM മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം ഏത് മന്ത്രാലയമാണ്?
കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയമാണ്. അപ്പോൾ PM മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയമാരാണ്? ഏത് മന്ത്രാലയമാണ്? നമ്മുടെ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയമാണ് PM മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം. അപ്പോൾ ഒന്നുകൂടി പറയാം, PM മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം ഏത് മന്ത്രാലയമാണ്? കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയമാണ് PM മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം. അപ്പോൾ ഒന്നുകൂടി, PM മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയമാണ് ഏത് മന്ത്രാലയം? കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയമാണ് PM മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം. ഓക്കെ, ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, ലോക മലേറിയ ദിനം എന്നാണ്? ഏപ്രിൽ 25-നാണ് ലോക മലേറിയ ദിനം. ലോക മലേറിയ ദിനം 2025 തീം എന്തായിരുന്നു? മലേറിയ എൻഡ്സ് വിത്ത് us, റീഇൻവെസ്റ്റ്, റീഇമാജിൻ, റീഇഗ്നൈറ്റ്. അപ്പോൾ ലോക മലേറിയ ദിനം ഏപ്രിൽ 25 2025 ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? മലേറിയ എൻഡ്സ് വിത്ത് us, റീഇൻവെസ്റ്റ്, റീഇമാജിൻ, റീഇഗ്നൈറ്റ്. ഓക്കെ, മലേറിയ എൻഡ്സ് വിത്ത് us എന്ന് അത്രയും മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ലോക മലേറിയ ദിനം ഏപ്രിൽ 21, തീം എന്താണ്? മലേറിയ എൻഡ്സ് വിത്ത് us. അടുത്ത്, അരുൺ 4 ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് രാജ്യത്താണ്? നേപ്പാളിലാണ്. അപ്പോൾ അരുൺ 1, 2, 3, 4 അരുൺ 3 മാറിപ്പോയതാണ്. അരുൺ 3 ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ് അരുൺ 3 നമ്മുടെ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അരുൺ 3 ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? നമ്മുടെ നേപ്പാളിലാണ് അരുൺ 3 ജലവൈദ്യുത പദ്ധതി. അരുൺ 3 നേപ്പാൾ. ഓക്കെ ആണല്ലോ. അടുത്ത്, നാഷണൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? നാഷണൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്ടാ? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലാണ്. അപ്പോൾ നാഷണൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത്, യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പുസ്തകങ്ങൾ ഏതാണ്? ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. അപ്പോൾ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പുസ്തകങ്ങൾ ഏതാണ്? നമ്മുടെ ഭഗവത്ഗീതയും വേറെ ഏതാണ്? നാട്യശാസ്ത്രവുമാണ്. ശ്രദ്ധിക്കുക, യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. അടുത്ത്, കേരള സർവകലാശാലയുടെ ONV പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? നമ്മുടെ MK സാനുവാണ്. അപ്പോൾ കേരള സർവകലാശാലയുടെ ONV പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? നമ്മുടെ MK സാനു. കേരള സർവകലാശാലയുടെ ONV പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്ട? നമ്മുടെ MK സാനു. ഓക്കെ, അടുത്ത്, കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ഡോക്ടർ ടിജു തോമസ് ആണ്. അപ്പോൾ കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ഡോക്ടർ ടിജു തോമസ് ആണ്. ആരാണ്? ഡോക്ടർ ടിജു തോമസ്. അപ്പോൾ കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ഡോക്ടർ ടിജു തോമസ്. ഡോക്ടർ ടിജു തോമസ് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണർ ആരാണ്? ഡോക്ടർ ടിജു തോമസ്. ടിജു തോമസ്. അടുത്ത്, 2ാമത് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. അപ്പോൾ 2ാമത് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? നമ്മുടെ ന്യൂഡൽഹിയാണ്. ഇപ്പോൾ 2ാമത് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? നമ്മുടെ ന്യൂഡൽഹിയിലാണ് വേദി. ഓക്കെ, അപ്പോൾ 2ാമത് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. സെലിയ എബ്രഹാം രചിച്ച ഏറ്റവും പുതിയ പുസ്തകം. അപ്പോൾ സെലിയ എബ്രഹാം രചിച്ച ഏറ്റവും പുതിയ പുസ്തകം ഏതാണത്? ആൻഡ് ദി റിവർ ഫ്ലോസ്. സെലിയ എബ്രഹാം രചിച്ച ഏറ്റവും പുതിയ പുസ്തകം ഏതാണ്? ആൻഡ് ദി റിവർ ഫ്ലോസ്. 2ാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? അത് ശാസ്താംകോട്ടയാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി എവിടെ പ്രവർത്തനം ആരംഭിച്ചു? ശാസ്താംകോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു.
ഓക്കെയാണല്ലോ. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി എവിടെയാണത്? അത് ശാസ്താംകോട്ടയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. കൊറിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റ് വനിതാ കിരീടം നേടിയത്. അപ്പോൾ ശ്രദ്ധിക്കുക, കൊറിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റ് വനിതാ കിരീടം നേടിയത് ആരാണ്? അത് ഇഗ സ്വിയാടെക്കാണ്. അപ്പോൾ കൊറിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം നേടിയത് ആരാണ്? ഇഗ സ്വിയാടെക്കാണ്. ശ്രദ്ധിച്ച് പഠിക്കുക, കൊറിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റ് വനിതാ കിരീടം നേടിയ വ്യക്തി ആരാണ്? നമ്മുടെ ഇഗ സ്വിയാടെക്കാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രസിഡന്റ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രസിഡന്റ് ആരാണ്? മിഥുൻ മൻഹാസ് ആണ്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പ്രസിഡന്റ് ആരാണ്ട? മിഥുൻ മൻഹാസ് ആണ്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പ്രസിഡന്റ് ആരാണ്? മിഥുൻ മൻഹാസ് ആണ്. അടുത്ത ചോദ്യം, ഒക്ലഹോമ സർവകലാശാലയിലെ വാട്ടർ സെൻറ്റർ സ്പോൺസർ ചെയ്യുന്ന ദ്വിവത്സര ഇൻ്റർനാഷണൽ വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ. നമ്മളിത് മുൻപും പഠിച്ചു. ഒക്ലഹോമ സർവകലാശാലയിലെ വാട്ടർ സെൻറ്റർ സ്പോൺസർ ചെയ്യുന്ന ദ്വിവത്സര ഇൻ്റർനാഷണൽ വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഹിമാൻഷു കുൽക്കർണിയാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരനാരാണ്? ഹിമാൻഷു കുൽക്കർണിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഇൻ്റർനാഷണൽ വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഹിമാൻഷു കുൽക്കർണി. അടുത്ത ചോദ്യം, പൊതുജനവുമായി സംവദിക്കാൻ ആവിഷ്കരിച്ച പോലീസിൻ്റെ പദ്ധതി. നമ്മുടെ കേരള പോലീസിൻ്റെ പൊതുജനവുമായിട്ട് സംവദിക്കുവാനായിട്ട് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? അത് ദൃഷ്ടിയാണ്. പൊതുജനവുമായിട്ട് നമ്മുടെ കേരള പോലീസിന് സംവദിക്കുവാനായിട്ട് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? അത് ദൃഷ്ടിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശാണ്. ബീഹാറല്ല, മധ്യപ്രദേശാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം. ശ്രദ്ധിക്കുക, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? അതിപ്പോൾ മധ്യപ്രദേശാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ഇംപേഷ്യൻസ് സെൽവാസിംഗി എന്ന പുതിയ സസ്യ ഇനം കണ്ടെത്തിയത്? അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു പുതിയൊരു സസ്യ ഇനം കണ്ടെത്തി. അതിൻ്റെ പേര് ഇംപേഷ്യൻസ് സെൽവാസിംഗി എന്നാണ്. അത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ഇംപേഷ്യൻസ് സെൽവാസിംഗി എന്ന പുതിയ ഇനം സസ്യത്തെ കണ്ടെത്തിയത്? എവിടെയാണ്? അത് പശ്ചിമഘട്ടത്തിലാണ് ഇംപേഷ്യൻസ് സെൽവാസിംഗി എന്ന പുതിയ ഇനം സസ്യത്തെ കണ്ടെത്തിയത്. എവിടെയാണ്? പശ്ചിമഘട്ടത്തിലാണ് ഇംപേഷ്യൻസ് സെൽവാസിംഗി എന്ന പുതിയ ഇനം സസ്യത്തെ കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, ചെസ് ചരിത്രത്തിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരം. നമ്മുടെ ചെസ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരം അത് അഭിമന്യു മിശ്രയാണ്. അപ്പോൾ ചെസ് ചരിത്രത്തിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരമാരാണ്? അത് അഭിമന്യു മിശ്രയാണ്. ആരാണ്? അഭിമന്യു മിശ്ര. അടുത്ത ചോദ്യം, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം. അപ്പോൾ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? സർവേഷ് അനിൽ കുഷാരയാണ്. അപ്പോൾ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? സർവേഷ് അനിൽ കുഷാരെ. അപ്പോൾ സർവേഷ് അനിൽ കുഷാരെ ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൈ ജമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? സർവേഷ് അനിൽ കുഷാരെ. അടുത്ത ചോദ്യം, അനാഥരായ കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെടുന്നവർക്കും 18 വയസ്സ് പൂർത്തിയാകുന്നത് വരെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന അൻപ് കരങ്ങൾ പദ്ധതി. ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും. ഏതാണ്? നമ്മുടെ തമിഴ്നാട് ആരംഭിച്ച പദ്ധതിയാണ്. എന്ത്? അൻപ് കരങ്ങൾ. അപ്പോൾ അനാഥരായ കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെടുന്നവർക്കും 18 വയസ്സ് പൂർത്തിയാകുന്നത് വരെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന അൻപ് കരങ്ങൾ പദ്ധതി.
ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ തമിഴ്നാടാണ്. അടുത്ത ചോദ്യം, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തോൽവിയുടെ ഉത്തരവാദിത്തമേറ്റ് ജപ്പാനിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച വ്യക്തി ആരാണ്? നമുക്കറിയാം, ഷിഗേരു ഇഷിബയാണ്. അപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തോൽവിയുടെ ഉത്തരവാദിത്തം സ്വയമേ ഏറ്റെടുത്ത് ജപ്പാനിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച വ്യക്തി ആരാണ്? ഷിഗേരു ഇഷിബയാണ്. അടുത്ത ചോദ്യം, 2025 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ആരാണ്? അത് ഉസ്മാൻ ഡെംബലെയാണ്. അപ്പോൾ 2025 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ആരാണ്? ഉസ്മാൻ ഡെംബലെയാണ്. ഡെംബലെ. 2025 മികച്ച പുരുഷ ഫുട്ബോൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം നേടിയതാരാണ്? ചിലപ്പോൾ നിങ്ങൾ മെസ്സി അല്ലെങ്കിൽ നമ്മുടെ റൊണാൾഡോ എഴുതി വയ്ക്കാം, പക്ഷേ റൊണാൾഡോയും മെസ്സിയുമല്ല. 2025 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം കിട്ടിയത് ഉസ്മാൻ ഡെംബലെക്കാണ്. ആർക്കാണ്? ഉസ്മാൻ ഡെംബലെ. അടുത്ത ചോദ്യം, 2025 മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം അത് ഐറ്റാന ബോൺമറ്റിക്കാണ് കിട്ടിയത്. 2025 വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം ആർക്ക് കിട്ടി? ഐറ്റാന ബോൺമാറ്റി. ശ്രദ്ധിക്കുക, 2025 മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം ആർക്ക് കിട്ടി? ഐറ്റാന ബോൺമാറ്റി. അടുത്ത ചോദ്യം, ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിലെത്തിയ ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന നോവൽ എഴുതിയത്. ഇപ്പോൾ നമ്മുടെ ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിലെത്തിയ ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന എന്ന നോവൽ എഴുതിയത് അത് കിരൺ ദേശായിയാണ്. അപ്പോൾ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന നോവൽ ആരുടേതാണ്? കിരൺ ദേശായിയുടെ പുസ്തകമാണ്. ഓക്കെ ആണല്ലോ, ശ്രദ്ധിച്ചിരിക്കുക, പഠിച്ച് പോവുക. അടുത്ത ചോദ്യം, 2025 അണ്ടർ 17 സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ജേതാക്കളായത്. ശ്രദ്ധിക്കുക, 2025 അണ്ടർ 17 സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ജേതാക്കളായത് നമ്മുടെ കേരളമാണ്. അപ്പോൾ 2025 അണ്ടർ 17 സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ആര് ജേതാക്കളായി? നമ്മുടെ കേരളം. അടുത്ത ചോദ്യം, 2025 വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ അത് ചൈനയാണ്. 2025 വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ആരാണ്? അത് ചൈനയാണ്. ഇപ്പോൾ 2025 വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ആരാണ്? അത് ചൈനയാണ്. അടുത്ത ചോദ്യം, 2025 വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെൻറ്റിൻ്റെ വേദി അതെവിടെയാണ്? അത് നമ്മുടെ ചൈനയിലെ ഹാങ്ഷു ആണ്. ശ്രദ്ധിക്കുക, ചെറിയൊരു തൊണ്ടയിലെ പ്രശ്നമാണ്. ഇപ്പോൾ 2025 വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയാണ്? ചൈനയിലെ ഹാങ്ഷു ആണ്. അപ്പോൾ 2025 നമ്മുടെ മുമ്പ് പറഞ്ഞ എന്താണ്? 2025 വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ചൈനയാണ്. അതേപോലെ തന്നെ 2025 വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയാണ്? നമ്മുടെ ചൈനയിലെ ഹാങ്ഷു ആണ്. ഓക്കെ, അടുത്ത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ഐ ആം ജോർജിയ മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്ന ആത്മകഥയുടെ ഇന്ത്യൻ പതിപ്പിന് ആമുഖം എഴുതിയ ഇന്ത്യൻ നേതാവ്. സിമ്പിളായിട്ട് കിട്ടും. ആരാണ്? നമ്മുടെ നരേന്ദ്രമോദിയാണ്. അറിയാമല്ലോ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിന് ആമുഖം എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ആത്മകഥയാണ് ഐ ആം ജോർജിയ മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ആ ഒരു ആത്മകഥയുടെ ഇന്ത്യൻ പതിപ്പിന് ആമുഖം എഴുതിയ ഇന്ത്യൻ നേതാവ് ആരാണ്? നമുക്കറിയാം, നമുക്ക് സിമ്പിളായിട്ട് അറിയാം നമുക്ക് നരേന്ദ്രമോദിയാണ്. അടുത്ത്, സംസ്ഥാനത്തെ എല്ലാ യോഗ്യരായ വനിതാ ഗുണഭോക്താക്കൾക്കും പ്രതിമാസം 2100 രൂപ ധനസഹായം ലഭിക്കുന്ന ദീൻ ദയാൽ ലഡോ ലക്ഷ്മി യോജന ആരംഭിച്ച സംസ്ഥാനം. പദ്ധതികൾ പഠിക്കുക. സംസ്ഥാനത്തെ എല്ലാ യോഗ്യരായ വനിതാ ഗുണഭോക്താക്കൾക്കും മാസം 2100 രൂപ ധനസഹായം ലഭിക്കുന്ന ദീൻ ദയാൽ ലഡോ ലക്ഷ്മി യോജന ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ്. അപ്പോൾ ഹരിയാനയിലെ വനിതകൾക്ക് എന്ത് കിട്ടും? 2100 രൂപ പ്രതിമാസം ധനസഹായമായിട്ട് ലഭിക്കും. ആ ഒരു പദ്ധതി എന്താണ്? ദീൻ ദയാൽ ലഡോ ലക്ഷ്മി യോജന. ഏത് സംസ്ഥാനം? ഹരിയാന. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ
രക്ഷകർത്താക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്ന ജില്ലാ ഭരണകൂടം. അപ്പോൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കായിട്ട് സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്ന ജില്ലാ ഭരണകൂടം ഏത് ഭരണകൂടമാണ്? അത് കോഴിക്കോടാണ്. അപ്പോൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കായിട്ട് സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്ന ജില്ലാ ഭരണകൂടം ഏത്? അത് കോഴിക്കോടാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഏതാണ്? ഹുവാജിയങ്ങാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഏതാണ്? ഹുവാജിയങ്ങാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം. ഓക്കെ, ഹുവാജിയങ് എവിടെയാണ്? ഹുവാജിയങ് ചൈനയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഹുവാജിയങ്ങാണ്. ഹുവാജിയങ് ചൈനയിലാണ്. അടുത്ത്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറൽ, അത് പ്രവീൺ കുമാറാണ്. അപ്പോൾ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അറിയാലോ, ITBPയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? അത് പ്രവീൺ കുമാറാണ്, ITBPയുടെ ഡയറക്ടർ ജനറൽ. ഓക്കെ, അടുത്ത ചോദ്യം, വയോജനക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടപ്പിലാക്കിയതിന് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ വയോസേവന സംസ്ഥാന പുരസ്കാരം നേടിയത് ഏത് ഗ്രാമപഞ്ചായത്താണ്? അത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്താണ്. ശ്രദ്ധിക്കുക, വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടപ്പിലാക്കിയതിന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ വയോസേവന സംസ്ഥാന പുരസ്കാരം നേടിയത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനാണ്. ഓക്കെ, അപ്പോൾ 2025 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിക്കുന്ന UK പ്രധാനമന്ത്രി ആരാണ്? കിയർ സ്റ്റാമറാണ്. 2025 ഒക്ടോബർ മാസത്തിൽ ഇന്ത്യ സന്ദർശിക്കുന്ന UK പ്രധാനമന്ത്രി ആരാണ്? കിയർ സ്റ്റാമർ. അപ്പോൾ UK പ്രധാനമന്ത്രി ആരാണ്? കിയർ സ്റ്റാമർ. ഓക്കെ, അടുത്ത്, ലോക വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം. ലോക വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാരാണ്? മീരാഭായി ചാനുവാണ്. അപ്പോൾ ലോക വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? മീരാഭായി ചാനുവാണ്. അടുത്ത ചോദ്യം, 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്ത് പേരെന്താണ്? ട്രിയോണ്ട. പഠിച്ചു വയ്ക്കുക, 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്ത് എന്താണ്ട? ട്രിയോണ്ട. എന്താണ്? ട്രിയോണ്ട. ഇമ്പോർട്ടൻ്റ് ആണ്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്ത് എന്താണ്? ട്രിയോണ്ട. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകൻ. അത് ചന്നൂലാൽ മിശ്രയാണ്. ഇപ്പോൾ 2025 ഒക്ടോബർ വേണ്ട, 2025 അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകൻ ആരാണ്? ചന്നൂലാൽ മിശ്രയാണ്. അപ്പോൾ ആരാണ് ചന്നൂലാൽ മിശ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകനാണ് ചന്നൂലാൽ മിശ്ര. അടുത്ത ചോദ്യം, വാട്സാപ്പിന് ബദലായിട്ടുള്ള ഒരു ഇന്ത്യൻ ആപ്പ്. ഭയങ്കര ഒരു ന്യൂസായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഏതാണ്? ആറാട്ടയാണ്. അപ്പോൾ വാട്സാപ്പ് പോലെ അതേപോലെ നമുക്കിനി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ആപ്പ് പുറത്തിറക്കി. ആപ്പിൻ്റെ പേരെന്താണ്? ആറാട്ടൈ. എന്താണ്? ആറാട്ടൈ. അടുത്ത ചോദ്യം, 49ാമത് വയലാർ അവാർഡ് ജേതാവ്. അത് ഈ സന്തോഷ് കുമാറിനാണ് 49ാമത് വയലാർ അവാർഡ് കിട്ടിയത്. കൃതി ഏതാണ്? തപോമയിയുടെ അച്ഛൻ. അപ്പോൾ 49ാമത് വയലാർ അവാർഡ് ജേതാവ് നമ്മുടെ ഈ സന്തോഷ് കുമാറാണ്. കൃതി എന്താണ്? തപോമയിയുടെ അച്ഛനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുകൂടി പറയാം. 49ാമത് വയലാർ അവാർഡ് ജേതാവ് ഈ സന്തോഷ് കുമാർ. കൃതി തപോമയിയുടെ അച്ഛൻ. 2024 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. 2024 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? അശോകൻ ചെരുവിലാണ്. നോവൽ എന്താണ്? കാട്ടൂർ കടവ്. ഇപ്പോൾ 2024 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി അശോകൻ ചെരുവിലാണ്. നോവൽ എന്താണ്ട? കാട്ടൂർ കടവ്. ഒന്നുകൂടി, 2024 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി അശോകൻ ചെരുവിലാണ്. നോവൽ എന്താണ്? കാട്ടൂർ കടവ്. അടുത്ത ചോദ്യം, $500 ബില്യൺ ആസ്തി നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി നമ്മുടെ ഇലോൺ മസ്ക് ആണ്. അപ്പോൾ $500 ബില്യൺ ആസ്തി നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി ആരാണ്? നമ്മുടെ ഇലോൺ മസ്ക് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അടുത്ത്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ
2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. അപ്പോൾ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? NS മാധവനാണ്. അപ്പോൾ 2024 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി NS മാധവൻ. അപ്പോൾ 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? NS മാധവൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി നിയമിതയായ ആദ്യ വനിത. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി നിയമിതയായ ആദ്യ വനിത ആരാണ്? ശാന്ത രംഗസ്വാമി. ശ്രദ്ധിക്കുക, ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി നിയമിതയായ ആദ്യ വനിത ആരാണ്? ശാന്ത രംഗസ്വാമി. ആരാണ്? ശാന്ത രംഗസ്വാമി. അടുത്ത ചോദ്യം, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ ഉൾപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ ഉൾപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ്? വിജയരാജ മല്ലികയാണ്. അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ ഉൾപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ്? വിജയരാജ മല്ലിക. ആരാണ്? വിജയരാജ മല്ലിക. അടുത്ത ചോദ്യം, നഗരത്തിലെ ദരിദ്ര സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായിട്ട് ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ നഗരത്തിലെ ദരിദ്ര സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായിട്ട് ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ നഗരത്തിലെ ദരിദ്ര സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായിട്ട് ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. 2025 ഒക്ടോബറിൽ ITBP നമ്മൾ പറഞ്ഞു ആരാണ്? നമ്മുടെ പ്രവീൺ കുമാറാണ്. 2025 ITBP ഡയറക്ടർ ജനറൽ ആര്? പ്രവീൺ കുമാറാണ് ഡയറക്ടർ ജനറലായിട്ട് നിയമിതൻ ആയത്. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ നാഷണൽ കേഡറ്റ് കോർപ്സിൻ്റെ നമുക്കറിയാം NCC പുതിയ ഡയറക്ടർ ജനറൽ ലഫ്റ്റനൻറ്റ് ജനറൽ വീരേന്ദ്ര വാട്സാണ്. 2025 NCCയുടെ ഡയറക്ടർ ജനറലായത് ആരാണ്? ലഫ്റ്റനൻറ്റ് ജനറൽ വീരേന്ദ്ര വാട്സാണ്. ഓക്കെ, 2025 നമ്മുടെ NCCയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? ലഫ്റ്റനൻറ്റ് ജനറൽ വീരേന്ദ്ര വാട്സാണ്. അടുത്ത ചോദ്യം, 113ാമത് ജന്മദിനം ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ആരാണ്? ജോവോ മരിന്യോ നെറ്റോയാണ്. അപ്പോൾ 113ാമത് ജന്മദിനം ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ആരാണ്? ജോവോ മരിന്യോ നെറ്റോയാണ്. ഒന്നുകൂടി, 113ാമത് ജന്മദിനം ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ആരാണ്? ജോവോ മരിന്യോ നെറ്റോ. അടുത്ത ചോദ്യം, IT അധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കുവാൻ സൗകര്യമൊരുക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് അത് കൊല്ലത്തിലെ കൊട്ടാരക്കരയാണ്. അപ്പോൾ IT അധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്തു തന്നെ തൊഴിലെടുക്കുവാൻ സൗകര്യമൊരുക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് കൊല്ലത്ത് കൊട്ടാരക്കരയാണ്. ഓക്കെ, അടുത്ത് യുനെസ്കോയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനാകുന്നത് ഖാലിദ് അൽ അനാനിയാണ്. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ആരാണ്? ഖാലിദ് അൽ അനാനി. ഒന്നുകൂടി, യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? ഖാലിദ് അൽ അനാനി.